നമസ്കാരം. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ പാട്രാക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു 2 നിലയിലായിട്ട് സ്റ്റീൽ സ്ട്രക്ചറിൽ AAC ബ്ലോക്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ. ഇതാണ് ഇപ്പോൾ ഇവിടെ പ്ലാസ്റ്ററിംഗ് ഒക്കെ കഴിഞ്ഞ കാരണം കൊണ്ട് ബ്രിക്ക് ഏതാണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും മനസ്സിലാവില്ല. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ റെനാക്കോണിന്റെ AAC ബ്ലോക്സ് ആണ് 6 ഇഞ്ചിന്റെ. അപ്പൊ ഇപ്പൊ ഇവിടെ വെൽഡിങ്ങിന്റെ വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കണേ. മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ കട്ടയൊക്കെ കാണാം, അവിടെ തേച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ റൂഫിന്റെ കാര്യം പറയാനാണെങ്കിൽ മൊത്തം സ്റ്റീൽ സ്ട്രക്ചറിലാണ് ഇവിടെ ചെയ്ത് വന്നിട്ടുള്ളത്. റൂഫ് ആണെങ്കിൽ ഇങ്ങനെ ഡക്ക് ഷീറ്റ് വിരിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്ത് വന്നേക്കാണ്. ഫുള്ളി സസ്റ്റൈനബിൾ ആയിട്ടുള്ള മരങ്ങളോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാണ്ട് ഫുള്ളി സ്റ്റീൽ ഫ്രെയിം ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. നമുക്ക് നോക്കാം, മുകളിലേക്ക് പോയി നോക്കാം. അപ്പൊ ഇതാണ് നമ്മളുടെ ബ്രിക്ക്. ഇപ്പൊ താഴെ തേച്ചിട്ടുള്ള കാരണം കൊണ്ട് ബ്രിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഇതാണ് AAC ബ്ലോക്ക് ആണ്. ഇതിന്റെ ജോയിന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ സിമെന്റ് മണൽ പരിക്കലിലുള്ള അത് യൂസ് ചെയ്തിട്ടുള്ള അല്ല ഇത് ചെയ്തിട്ടുള്ളത്. AAC ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു ജോയിന്റ് മോട്ടർ വരുന്നുണ്ട്. ആ ബോണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പണിയാൻ എളുപ്പമാണ്. ഇത് വെറുതെ ചാക്ക് പൊട്ടിച്ച് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഇതിന് വേറെ വെള്ളം നനയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സെറ്റ് ആവാനായിട്ട് നമ്മളിങ്ങനെ നനച്ചൊക്കെ കൊടുക്കുമല്ലോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ചെയ്ത് കഴിഞ്ഞ ഒരു ഹാഫ് ആൻ അവറിൽ നമ്മുടെ ബ്രിക്ക് സെറ്റാണ്. പിന്നെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് അത്രയും കുറവാണ്. അതിപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സ്റ്റീൽ സ്ട്രക്ചേഴ്സ് ചെയ്യുമ്പോൾ AAC ബ്ലോക്കിന് വെയിറ്റ് 4/1 വരുള്ളൂ നമ്മുടെ യൂഷ്വൽ സിമെന്റ് ബ്രിക്ക് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇപ്പം ഇതുപോലത്തെ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് നമുക്ക് ഒരുപാട് കൊമേഴ്ഷ്യൽ ആയിട്ടാണെങ്കിലും പിന്നെ വീടിന്റെ പണികളാണെങ്കിലും നമ്മളിപ്പോൾ സ്റ്റീൽ സ്ട്രക്ചേഴ്സ് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത് ഇതുപോലെ AAC ബ്ലോക്കോ അല്ലെങ്കിൽ പോറോത്തം ബ്ലോക്കോ അങ്ങനെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ബ്രിക്കിന്റെ ഓപ്ഷൻസ് ആണ് യൂസ് ചെയ്ത് കാണുന്നത്. പിന്നെ ഇപ്പോൾ ഈ സ്റ്റീൽ സ്ട്രക്ചറിൽ ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് പണി തീർക്കും. നമുക്കിപ്പോൾ സ്ട്രക്ചർ ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ പണിയും പെട്ടെന്നാവും. ഇപ്പോൾ ഇതിന്റെ ഇപ്പോൾ താഴത്തെ നില ഇവിടെ വാർത്തിട്ടുള്ളതാണെങ്കിൽ പോലും നമുക്ക് ഡക്ക് ഷീറ്റ് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്തേക്കാണ്. അതാണെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് ഇത് മാറ്റി പണിയണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് റീയൂസബിൾ ആണ്. അപ്പൊ ഒരു എക്കണോമിക്കൽ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യണത് നല്ലതാണ്, സസ്റ്റൈനബിൾ ആണ്. പിന്നെ ഈ ബിൽഡിങ്ങിൽ ഒന്നും ഒരു ചെതൽ പിടിക്കുന്ന ഒരു സാധനങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നില്ല. ഇനി കുറെ കാലം കഴിഞ്ഞ് ഇത് പൊളിച്ച് വിൽക്കാനാണെങ്കിൽ പോലും ഇരുമ്പിനൊക്കെ അന്നത്തെ അതിൻ്റെതായിട്ടുള്ള ഒരു വില കിട്ടും നമുക്കപ്പോൾ. ആ ഒരു പൈസ എന്നുള്ളൊരു രീതിയിൽ നോക്കുകയാണെങ്കിലും ഇതിന്റെ വെയിറ്റ് കുറയ്ക്കുക, ചൂട് കുറയ്ക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, സ്റ്റീൽ സ്ട്രക്ചർ പ്ലസ് AAC ബ്ലോക്ക്, ആ ഒരു കോമ്പിനേഷൻ ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് ഒരു സസ്റ്റൈനബിൾ ഒരു ബിൽഡിംഗ് പണിയാന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ ഒരു പ്ലാസ്റ്ററിംഗ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പുറം വശത്ത് തേപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു 1200 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. താഴെയും 1200, അങ്ങനെ ടോട്ടൽ ഒരു 2400 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. ഇതൊരു കൊമേഴ്ഷ്യൽ സ്പേസ് ആണ്. രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറിന്റെ അദ്ദേഹമാണ് ഇതിന്റെ ഓണർ വരുന്നത്. അപ്പോൾ പണി ഇങ്ങനെ പുരോഗമിച്ച് കൊണ്ടിരിക്കണു. ഇതിലൊക്കെ സ്റ്റീലിന്റെ ഒക്കെയാണ് ജനലുകളൊക്കെ വെക്കണേ. അതിന്റെ വെൽഡിങ് പണികളൊക്കെയാണ്, പിന്നെ തേപ്പ്, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വരുന്നത് ഇവിടെ. പിന്നെ നമ്മളുടെ ബ്രിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് റെനാക്കോണിന്റെ ആട്ടോ. നമുക്ക് ബ്രാൻഡ് കുറേ അവൈലബിൾ ആണ് നമ്മുടെ മാർക്കറ്റിൽ. ഇത് റെനാക്കോണിന്റെ AAC ബ്ലോക്സ് ആണ്. നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ബ്രിക്സ് AACയിൽ തരുന്ന കമ്പനിയാണ്. നമ്മളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ്. ഞങ്ങൾ റെനാക്കോണിന്റെ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. നല്ല അടിപൊളി ഓഫേഴ്സ് നടക്കുന്ന സമയമാണ്. നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ബിൽഡിങ്ങോ നിങ്ങളുടെ വീട് റെനോവേഷനോ പുതിയ വീടോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങളെ വിളിച്ച് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കിയിട്ടോ മാക്സിമം ഈ ഓഫർ നിങ്ങൾ യൂസ് ചെയ്യുക. എന്തെങ്കിലും ഡീറ്റെയിൽസ് അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ്, സലൂർ.